സ്നേഹിതരെ, ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശംശാനമാർക്ക് പട്ടം കൊടുക്കാൻ പോവുകയാണ്. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. നമുക്കറിയാം, 28-ാം തീയതി രാജഗിരി സ്ഥാപനത്തിൽ വെച്ച് CMI സഭയിലെ അംഗങ്ങളായിട്ടുള്ള ഏതാണ്ട് 8ഓളം ശംശാനമാർക്ക് പട്ടം കൊടുക്കാൻ നിയുക്തനായിരിക്കുന്നത് നവപാഷാണങ്ങളിൽ ഒരുവനായിരുന്ന ചുറ്റുപറമ്പിൽ ബിഷപ്പാണ്. രാജ്കോട്ടിലാണ് അദ്ദേഹം തൻ്റെ ഭരണ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഒരാൾ ഫരീദാബാദ് രൂപതയിലെ സഹായമെത്രാനായിരിക്കുകയും അതിനു മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായമെത്രാനായിരിക്കുന്ന വേളയിൽ കുരുത്തക്കേടുകൾ കാണിച്ച് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അഭിവന്യ കർദിനാൾ ആലഞ്ചേരി മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായുടെ കാലിൽ വീണ് കരഞ്ഞു കണ്ണീരൊഴുക്കി അദ്ദേഹത്തിൻ്റെ ദയാദാക്ഷിണ്യത്താൽ മാർപ്പാപ്പായിൽ നിന്ന് ഒഴിവ് വാങ്ങി ഫരീദാബാദിൻ്റെ വിദൂര പ്രദേശമായ പഞ്ചാബിലെ ഒരു കൊച്ചുമുറിക്കത്ത് വസിക്കുന്ന സാക്ഷാൽ പുത്തൻ വീട്ടിൽ മെത്രാൻ. രണ്ടുപേരും വിമതപക്ഷത്ത് പരിലസിക്കുന്ന ആളുകളാണ്. അവരെ വിളിച്ചിട്ടാണ് ഇവിടെ പട്ടം കൊടുക്കുന്നത്. പുത്തൻ വീട്ടിൽ മെത്രാൻ പട്ടം കൊടുക്കുന്നത് MCBS സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാണ്. അത് കാലടിയിൽ വെച്ചിട്ടുമാണ്. ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരെ ഇതിന് നിയോഗിച്ചത്? ബോസ്കോ പുത്തൂർ പിതാവ് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാം. ഇതുമല്ലെങ്കിൽ ആലഞ്ചേരി പിതാവ് ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പട്ടം കൊടുക്കാം. ക്യൂരിയായുടെ ബിഷപ്പ് വാണിയപ്പുരയ്ക്കൽ പിതാവ് ഇവിടെയുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ പട്ടം കൊടുക്കാം. ഇത്രയും ആളുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് വിമതപക്ഷത്തെ പ്രധാനികൾ വന്നിരിക്കുന്നു ഇവിടെ? വിമതപക്ഷത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് ഭരണിക്കുളങ്ങര. അദ്ദേഹത്തെ വിളിക്കാതിരുന്നത് അദ്ദേഹത്തിന് പട്ടം കൊടുക്കാൻ അറിയില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം അദ്ദേഹം പട്ടം കൊടുക്കുന്നത് പട്ടം പറപ്പിക്കുന്ന രീതിയിലാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ വിമതപക്ഷത്ത് നിൽക്കുന്ന, വിമതപക്ഷത്തിന് വേണ്ടി കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന നവപാഷാണങ്ങളിൽപ്പെട്ട ഈ വ്യക്തികളെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ നിയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പിന്നിലും ചില വിമത പ്രവർത്തനങ്ങളില്ലേ? ഇതിലൂടെ ആലോചനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെറ്റിലപ്പുഴു സഞ്ചരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് എത്തുകയും ഏതാണ്ട് ചില കോടികളുമായി അവിടെ എത്തുകയും ഒരു പാമ്പിലേക്ക് നിവേശനം നടത്തുകയും പാമ്പ് അതിൽ നിന്ന് ഒരു 5% തൃശ്ശൂർ അങ്ങാടിയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അതിൻ്റെയൊക്കെ പരിണതഫലമായി ഉണ്ടായിരിക്കുന്ന ചില കുതന്ത്രങ്ങളുടെ ഫലമാണിതെന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാവും, പട്ടം കൊടുക്കുന്ന, പട്ടം സ്വീകരിക്കുന്ന ഈ ശംശാനമാർ പട്ടം സ്വീകരിച്ച് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ സഭ നിർദ്ദേശ തരത്തിലുള്ള ബലിയർപ്പണത്തിന് അവർ തയ്യാറാകുമോ? ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? അത് രേഖാമൂലം എഴുതി വാങ്ങിയിട്ടുണ്ടോ? അല്ലാത്ത പക്ഷം CMI സഭയുടെ തന്നെ ഒരംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാമ്പാറ അച്ഛന് പണി കൂടും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ സഹോദരങ്ങളെ, ഈ പട്ടം കൊടുക്കൽ സഭയുടെ ആധികാരികമായ ഒരു അഭിഷേക കർമ്മമായിരിക്കിയാൽ അതെല്ലാ തരത്തിലും സഭാത്മകമായി മാറണമെങ്കിൽ സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ആയിരിക്കുകയും വേണം. അതിനാവശ്യമായ തരത്തിലുള്ള നിലപാടുകൾ സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടാകണം, സഭയുടെ ക്യൂരിയയിൽ നിന്നുണ്ടാകണം എന്ന കാര്യം പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ ഈ ദൃശ്യാവിഷ്കാര സംപ്രേഷണം സഭ അധികാരികൾക്ക് സമർപ്പിക്കുന്നു. ഒപ്പം വിശ്വാസികൾക്കും ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.